പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണ്. നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വചന ശുശ്രൂഷയും ആരാധനയും വിടുതൽ പ്രാർത്ഥനകളും പ്രത്യേകമാ വിധത്തിലുള്ള എക്സോർസൈസിങ് വെഞ്ചിരിപ്പുകളും അതിശക്തമായിട്ടുള്ള ദിവസമാണ്. നിങ്ങളെല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഓൺലൈനില് ലൈവായിട്ട് ശുശ്രൂഷ ഉണ്ടാകും. സാധിക്കുന്ന മക്കളൊക്കെ അതിൽ പങ്കെടുക്കും. നമുക്കറിയാം, നമ്മള് നാളെ മുതൽ വലിയ നോമ്പ് ആരംഭിക്കണം. 50 ദിവസത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം. കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയും പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ നേടിയ വിജയവും പിന്നീട് അങ്ങോട്ട് ഈശോയുടെ പരസ്യ ജീവിതവും അതിനുശേഷമുള്ള ഈശോയുടെ കുരിശു മരണവും അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളെ അതുപോലെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് വലിയ നോമ്പിന്റെ ദിവസങ്ങൾ. ഒത്തിരി അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും തിരിച്ചുവരവിന്റെയും ഒരു കാലഘട്ടമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രാർത്ഥനയും നോമ്പും കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചുവരവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലും സംഭവിക്കണം. അതുകൊണ്ട് നമ്മള് നാളെ മുതല് പ്രത്യേകമായ വിധത്തില് ഈ നോമ്പ് കാലത്തില് മക്കൾക്ക് വേണ്ടി, മക്കൾ അനുഗ്രഹിക്കപ്പെടാനും മക്കൾ തിരിച്ചു വരാനും വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ നോമ്പ് നോക്കി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, മരുഭൂമിയിലെ പരീക്ഷയില് ഈശോ സാത്താനെ പരാജയപ്പെടുത്തിയത് വചനം കൊണ്ടാണ്. ഈ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളും ഈ 50 ദിവസങ്ങൾ നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയുടെയും സാത്താനെ പരാജയപ്പെടുത്തിയ ശക്തിയുടെയും പിന്നീട് അങ്ങോട്ട് കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഒക്കെ ആ വലിയ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നോമ്പുകാലത്ത് മക്കൾ അനുഗ്രഹിക്കപ്പെടാനും മക്കൾ തിരിച്ചു വരാനും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പ്രത്യേകിച്ച് എല്ലാ ദിവസവും കർത്താവിന്റെ വചനമെടുക്കും, ആ വചനത്തെ ധ്യാനിക്കും, ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കുടുംബവൃക്ഷത്തിന് ഞാൻ കണ്ടിടത്തോളം അനേക മക്കള് വഴിതെറ്റി പോകാനുള്ള ഒരു വലിയൊരു കാരണം പാരമ്പര്യത്തിന്റെ, കുടുംബത്തിന്റെ ചില പാപ ശാപ പൈശാചിക ബന്ധനങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലമുറയുടെ വിശുദ്ധീകരണം ഈ നോമ്പ് കാലത്തില് നമ്മുടെ കുടുംബത്തില് തലമുറയില് സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ വിടുതൽ പ്രാർത്ഥനയുടെ വലിയൊരു മേഖലയില് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളൊരു 5 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും ഈ 50 ദിവസം നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ സമർപ്പിക്കുന്നു. നമ്മൾ മാനസാന്തരത്തിലേക്ക് വരുന്നു. കർത്താവിന്റെ ബലി സ്വന്തമാക്കുന്നു. പിശാചിന്റെ ആധിപത്യങ്ങൾ തകർത്തെറിയുന്നു. ഉത്ഥാനത്തിന്റെ വലിയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മള് ഈ വലിയ നോമ്പ് നമ്മള് അനുഭവിക്കും, സ്വന്തമാക്കും. നമ്മൾ പ്രാർത്ഥിക്കും ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഈ ദിവസങ്ങൾ ഇടയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, എല്ലാവരും തന്നെ കുമ്പസാരിച്ച് നല്ലൊരു നോമ്പ് നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ വേണ്ടെന്നൊക്കെ വെച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ പിശാചിന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാൻ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയാണ്. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ശക്തിയിലാണ് പിശാചിന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ തകർത്തത്. നമ്മള് ഞായറാഴ്ച തിരുവചനത്തിൽ വായിക്കുന്ന വചനമൊക്കെ അതൊക്കെ തന്നെയാണ്. മരുഭൂമിയിലെ പരീക്ഷയില് പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവിത പരസ്യജീവിതം, രക്ഷാകരമായ പ്രവൃത്തി,
രക്ഷാകരമായ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു. നമുക്കതൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീടിനെ, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യം, ശുശ്രൂഷകള് ഇതൊക്കെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ ഒരുമിച്ച് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ നമ്മൾ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക. മനസാന്തരപ്പെട്ട് കർത്താവ് പറയുന്ന വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ 2 ദിനവൃത്താന്തം 27:6 യോഥാം എന്ന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാല് യോഥാം പ്രബലനായി. നമുക്ക് ഈ പ്രാബല്യം നേടാം. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു വചനം പ്രത്യേകം എടുക്കും, അനുബന്ധമായ വചനങ്ങൾ കാണും, അതിനനുസരിച്ച് ആത്മശോധന ചെയ്യും, പ്രാർത്ഥിക്കും. ആരാധനയില് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിറയപ്പെടാനും സഹായത്തിന്റെ വലിയ ഇടപെടല്, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഇടപെടാനും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരെയും അച്ഛൻ ഈ ദിവസം നാളെ മുതൽ ആരംഭിക്കുന്ന നോമ്പുകാലത്ത് മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ തിരിച്ചു വരാൻ ഒരുമയോടെ, ഇതാണ് നമ്മുടെ വിഷയം. നമുക്ക് പ്രാർത്ഥിക്കാം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ മുതൽ പൂന്തുറ കൺവെൻഷൻ ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്ത്. 3 ദിവസം പൂന്തുറ കൺവെൻഷനാണ്. നിങ്ങൾ പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കണം. അച്ഛന് അങ്ങോട്ട് പോവുകയാണ് ഞായറാഴ്ച മുതല്. അപ്പോൾ പൂന്തുറയിലുള്ള പരിശോധന എല്ലാവരെയും അച്ഛൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. 3 ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ പൂന്തുറ കൺവെൻഷൻ ആണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ 20, 21, 22 നമ്മുടെ ഇവിടെ ധ്യാനമാണ്. പിന്നീട് അങ്ങോട്ട് ഒത്തിരിയേറെ ഇടവക ധ്യാനങ്ങള് ബഹ്റൈനില് അച്ഛൻ വരുന്നുണ്ട്. അടുത്ത മാസം ആദ്യ ആഴ്ച ബഹ്റൈനില് ദേവാലയത്തില് ധ്യാനമാണ്. അങ്ങനെ ഒത്തിരിയേറെ കൺവെൻഷനുകളും ഇടവക ധ്യാനങ്ങളും കൊണ്ടൊക്കെ ഈ നോമ്പുകാലം അതിശക്തമായ വചനാഭിഷേകത്തിലൂടെ മനസാന്തരത്തിന്റെ, കർത്താവിന്റെ കൃപയുടെ, ദൈവൈക്യത്തിന്റെ മുഖരെ 2026 നമ്മുടെ അർത്ഥവാക്യം എന്താ? കൃപാ ജീവിതം, ദൈവൈക്യ ജീവിതം. ഇതിന് ആഴങ്ങളിലേക്ക് വരാനും ആത്മീയതയിൽ അഭിഷേകത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഈ നോമ്പുകാലം നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്കിന്ന് ഒരുങ്ങി നാളെ മുതലുള്ള 50 നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദിവ്യാനുസരണത്തില് നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ പാരമ്പര്യത്തെയും, മരിച്ചുപോയ പൂർവികരെയും, ജീവിച്ചിരിക്കുന്ന നമ്മുടെ തലമുറ എല്ലാ മക്കളെയും, വീടും മണ്ണും ജോലിയും സാമ്പത്തികം പൗരോഹിത്യം ശുശ്രൂഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ 50 ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെ, കൃപയുടെ, രക്ഷാകരമായ അനുഭവത്തിന്റെ പുണ്യദിനങ്ങളായിട്ട് മാറട്ടെ. മാറ്റുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ രക്ഷ അങ്ങയിലാണ്. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയാണല്ലോ പിതാവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയത്. ഈശോയെ, ഓരോ കാലഘട്ടത്തിലൂടെയും അങ്ങയുടെ സാന്നിധ്യത്തെ, അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികളെ, അങ്ങയുടെ വചനത്തെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ജീവനെ സ്വന്തമാക്കിയെടുക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നാളെ മുതൽ 50 നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിന്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷാകര ശക്തി സ്വന്തമാക്കിയെടുത്ത് പിശാചിനെ പരാജയപ്പെടുത്തി ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ ലോകാരൂപിയ ദുരാത്മ ദുർഭൂതങ്ങളെ, സാത്താന്യ ശക്തികളെ, പിശാചിനെ പരാജയപ്പെടുത്തി അങ്ങയോടൊപ്പം വിജയം കൈവരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ തിരിച്ചു വരാൻ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കാൻ, അങ്ങയുടെ ശക്തിയിൽ ജീവിക്കാൻ, അങ്ങയിൽ വളർന്ന് കൃപാ ജീവിതത്തില് അങ്ങയുമായുള്ള ആഴപ്പെട്ട ഐക്യത്തിൽ ജീവിക്കാൻ കർത്താവെ, ഈ നോമ്പുകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഞങ്ങൾക്ക് വേണ്ട വചനങ്ങൾ അങ്ങ് നൽകണമേ. ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് പഠിപ്പിക്കണമേ.
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെടണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല് ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, നോമ്പ് കാലത്തിന്റെ പ്രത്യേകമായ അഭിഷേകത്തില് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നാളെ മുതലുള്ള 50 നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കണം. ഈശോ, ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ശക്തിപ്പെടുത്തണം. അങ്ങയുടെ ജീവിത മാതൃക, അങ്ങയുടെ പരസ്യ ജീവിതം, അങ്ങയുടെ കുരിശുമരണം, അങ്ങയുടെ ഉദ്ധാനം, അങ്ങയുടെ കരുണ, ഇതെല്ലാം സ്വന്തമാക്കി എടുക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ദൈവകരുണയുടെ മഹാതിരുനാളിലേക്ക് ഞങ്ങൾ ഒരുക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണ സ്വന്തമാക്കി ആ മഹത്വത്തിന്റെ സമ്പന്നതയില് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ട പ്രാർത്ഥനയും നമുക്ക് ശക്തമായിട്ട് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഒത്തിരിയേറെ മക്കളെ കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയതിന്റെ സംഭവങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥന മുടക്കരുത്. നമ്മുടെ മക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയില് ദൈവൈക്യത്തില് എന്നും നിർത്തുവാൻ നമുക്കിടയാകണം. നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവിടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദിവ്യകാരണസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് രക്ഷ അതുപോലെ സ്വന്തമാക്കിയെടുക്കാൻ ഈ നോമ്പ് കാലത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും തലമുറയ്ക്കും മരിച്ചുപോയ പൂർവികർക്കും ഞങ്ങളുടെ പാരമ്പര്യത്തിനും ഒക്കെ ഇടയാകട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാറ്റം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ രക്ഷാകര പദ്ധതി സ്വന്തമാക്കി പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനായി ഈ നോമ്പ് കാലത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് തന്നെ കൈപിടിച്ച് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, 50 നോമ്പിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നാം അടുത്ത് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് 2ാം ശനിയാഴ്ച കൺവെൻഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പുകാലം ഫലദായകമായിട്ട് മാറട്ടെ. മാനസാന്തരത്തിന്റെയും വലിയ വിടുതലിന്റെയും വലിയ സൗഖ്യത്തിന്റെയും സാത്താന്റെ ആധിപത്യങ്ങളും അധികാരികൾ തകർക്കപ്പെടുന്നതിന്റെയും അതിലൂടെ രോഗങ്ങൾ, ദുശീലങ്ങൾ, തർക്കദോഷങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ എല്ലാം അഴിയുന്ന വലിയൊരു അനുഭവവും ഈശോ നമുക്ക് തരും. അതിനാ കർത്താവ് നമ്മളെ ഈ നോമ്പുകാലത്തിലേക്ക്, നമ്മുടെ വിഷയം എന്താണ്? നോമ്പുകാലത്ത് മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ തിരിച്ചു വരാൻ ഒരുമയോടെ ദിവ്യാനുസരണതയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ അനുഗ്രഹിക്കും മക്കളെ.